ഹലോ മീറ്റ് സിലീജ. സിലീജ ആക്ച്വലി നമ്മളുടെ സെക്കൻഡ് ഇയർ ഫെഫു സ്റ്റുഡന്റ് ആണ്. ഹലോ സിലീജ. ഹലോ, ഹായ്. വെൽക്കം. എങ്ങനെയുണ്ട് സിലീജ ലാസ്റ്റ് 2 years? അടിപൊളിയായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ, വണ്ടർഫുൾ. അത് കൊള്ളാം. ഓക്കെ, സോ സിലീജ എനിക്ക് ഇവിടുത്തെ അക്കാഡമിക്സും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും. എങ്ങനെ ഉണ്ടായിരുന്നു സിലീജയുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്? ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇയർ എജ് വേൾഡിൻ്റെ ത്രൂ ആണ് വന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് ആദ്യം മെഡിക്കലും കാര്യങ്ങളും ഡോക്യുമെന്റേഷനും ഒക്കെ അവർ ചെയ്തു തന്നിട്ടാണ് പിന്നെ അവർ നാട്ടിലേക്ക് പോയത്. പിന്നെ എല്ലാം നമ്മൾ തന്നെ പഠിപ്പിച്ചു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്തു. പിന്നെ നമ്മൾ പഠിക്കുമല്ലോ, അപ്പോൾ നമ്മൾ ചെയ്യും. ആദ്യം നമ്മളെ ഗ്രോസറി വാങ്ങാനും പിന്നെ സിറ്റി കാണിക്കാനും ഒക്കെ ഇവരെ തന്നെ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ നമ്മളെല്ലാം പഠിച്ചു. നമ്മൾ തന്നെ പിന്നെ ഫസ്റ്റ് ഇയർ ഫുള്ളും സർവൈവ് ചെയ്തു. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, മീൻസ് സേഫ് ആണ് എല്ലാം. പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് തന്നെ ഭയങ്കര സേഫ് ആണ്. നമുക്കിങ്ങനെ ബോറടിക്കുന്നുണ്ടെങ്കിൽ പുറത്തൊന്നും പോകുന്നു വേണ്ട, ഇവിടെ തന്നെ നിന്നാ ഇവിടെ തന്നെ എല്ലാ ലൈഫും ഉണ്ട്. മീൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നിനും പുറത്തേക്ക് പോകണ്ട. ഇവിടെ തന്നെ ഡോക്യുമെന്റേഷനും പിന്നെ 24 മിനി മാർട്ട് ഉണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങാനും എല്ലാ കാര്യം. കോഫി ആണെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ക്യാൻറ്റീനും കഫേയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ചില ഡോംസിലും ഉണ്ട് അത്. ഇവിടെ 10-ലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ടീച്ചേഴ്സിനെ പോലെയല്ല, ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മളുടേതായ ഒരു ഫ്രീഡം ഉണ്ട് ഇവിടെ. പിന്നെ ഡൗട്ട്സ് ചോദിക്കാനും പിന്നെ ഷെഡ്യൂൾ ഉണ്ട് ഓരോന്നിനും. ഇപ്പം നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു പക്കാ ടൈം ടേബിൾ പോലെയല്ല. മീൻസ് നമ്മൾക്ക് ഒരു ആപ്പ് ഉണ്ട്, അതിൽ ഷെഡ്യൂളൊക്കെ ഇടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സിൽ പോകുന്നത്. ചിലപ്പം 8 to 8 ക്ലാസ് ഉണ്ടാവും. ചില ദിവസം നമുക്ക് കുറച്ച് ഉച്ചയ്ക്ക് മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. പിന്നെ അവർക്ക് എപ്പോഴും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവരോട് കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ് ആണ് ഓരോ ക്ലാസ്സിലുണ്ടാവുക. അപ്പോൾ ലീഡേഴ്സാണ് ഡയറക്റ്റായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലീഡേഴ്സിനോട്, എന്നിട്ട് പിന്നെ അവർ നേരെ നമുക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തരും. അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ. ബ്രൈറ്റ് ഫ്യൂച്ചർ കാണുന്നുണ്ട്. ബ്രൈറ്റ് ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഡെഫിനറ്റ്ലി അങ്ങനെ ആവട്ടെ. ഓക്കെ, താങ്ക് യു സിലീജ. താങ്ക് യു. ഓക്കെ.